സൗദിയിലെ ജിദ്ദയിലും മീഡിയ വൺ മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സ് പുരസ്കാര ദാന ചടങ്ങ് സംഘടിപ്പിച്ചു. 10+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ 100ഓളം ഇന്ത്യൻ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിലെ പ്രസ് ആൻഡ് ഇൻഫർമേഷൻ കൗൺസിൽ മുഹമ്മദ് ഹാഷിം പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജിദ്ദയിലെ വിവിധ ഇന്ത്യൻ സ്കൂളുകളിൽ നിന്ന് 10+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിന് വേണ്ടിയാണ് മീഡിയ വൺ മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സ് പുരസ്കാര ചടങ്ങ് സംഘടിപ്പിച്ചത്. ജിദ്ദ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടി. മുഖ്യാതിഥിയായെത്തിയ ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിലെ കൊമേഴ്സ്, പ്രസ്, ഇൻഫർമേഷൻ ആൻഡ് കൾച്ചർ കൗൺസിൽ മുഹമ്മദ് ഹാഷിം പരിപാടി ഉദ്ഘാടനം ചെയ്തു. പിന്നാലെ പുരസ്കാര വിതരണവും ആരംഭിച്ചു. മീഡിയ വൺ മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സിന്റെ സൗദി അറേബ്യയിലെ 3ാമത്തെ പ്രോഗ്രാം ജിദ്ദയിൽ വളരെ പ്രൗഢഗംഭീരമായി നടന്നു. കോൺസുൽ മുഹമ്മദ് ഹാഷിം ചീഫ് ഗസ്റ്റായി എത്തിയ പ്രോഗ്രാമിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് അവരുടെ ആദരവ് ഏറ്റുവാങ്ങാൻ വേണ്ടി എത്തിച്ചേർന്നത്. അവരുടെ രക്ഷിതാക്കൾ വളരെ ആഹ്ലാദത്തോടെയാണ് മീഡിയ വണ്ണിന്റെ ഈ പ്രോഗ്രാമിനെ പ്രശംസിച്ചത്. സ്കൂൾ പ്രതിനിധികൾ, അധ്യാപകർ, പ്രിൻസിപ്പൽമാർ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ തുറയിലുള്ള ആളുകളും ഈ പരിപാടിയെ ഗംഭീരമാക്കാൻ, ഈ പരിപാടിക്ക് മികവേകാൻ ജിദ്ദയിൽ എത്തിച്ചേർന്നു. GCC രാജ്യങ്ങളിൽ ഈ വർഷം 13 മബ്രൂക്ക് പ്രോഗ്രാമുകളാണ് മീഡിയ വൺ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിഥികളായെത്തിയ മക്ക ഉമ്മുൽ ഖുറ സർവകലാശാല പ്രൊഫസറും ഗവേഷകയുമായ ഡോക്ടർ ഗദീർ തലാൽ മലൈബാരി, ജിദ്ദ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് ഇമ്രാൻ എന്നിവരും വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. നൂറോളം വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ ആദരിച്ചത്. മീഡിയ വൺ പുരസ്കാരം നേടാനായതിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സന്തോഷം പ്രകടിപ്പിച്ചു. ഇങ്ങനൊരു ന്യൂസിനൊരു അവാർഡ് തരിക എന്ന് പറഞ്ഞാൽ തന്നെ അതെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. സോ ഇത്രയും സ്റ്റുഡൻസിൽ ഇങ്ങനെ ഒരു അവാർഡ് എനിക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് വെരി പ്രൗഡ് മൊമെന്റ് ഫോർ മീ. And I am really excited. I am really feeling really good after getting this award. But I believe that the parents do the real hard work and they should also get these type of awards. മികച്ച വിജയം നേടിയ ജിദ്ദയിലെ വിവിധ സ്കൂളുകളുടെ മേധാവിമാരും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. പ്രോഗ്രാമിന്റെ ആദ്യ അവസാനം വരെ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങിൽ കോൺസുൽ ഉൾപ്പെടെയുള്ള അതിഥികൾ പങ്കുചേർന്നു. Thank you very much for inviting me to this Media One Mabrook Award show. I feel really proud to be here, and I feel like it's a blessing for everyone who's present here. And special thanks to my parents, teachers, and all the members of the media. അതിഥികളായെത്തിയ ജിദ്ദ നാഷണൽ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ VP മുഹമ്മദ് അലി, മീം സൂപ്പർ മാർക്കറ്റ് ഓപ്പറേഷൻ മാനേജർ ജിഷിൻ രാജ്, മാസ്കോ സൗദി കമ്പനി ജനറൽ മാനേജർ അനീസ് അലി, ഗൾഫ് എയർ വെസ്റ്റേൺ റീജിയണൽ സെയിൽസ് മാനേജർ ഷനോജ് അലി തുടങ്ങിയവരും വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ഫി ജിദ്ദ ബ്രാഞ്ച് മാനേജർ ഷബീബ് മുഹമ്മദ് ഷെരീഫ്, MRI ഗ്രൂപ്പ് MD നിഷാം, ഗയാൽ അഡ്വർടൈസിംഗ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫസൽ റഹ്മാൻ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഇന്ത്യയിലെ വാർത്താമാധ്യമ രംഗത്ത് വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു ചാനലാണ് മീഡിയ വൺ. ആ ഒരു ഉത്തരവാദിത്തത്തോടു തന്നെയാണ് ഇത്തരം ഗൾഫ് ടോപ്പേഴ്സ് എന്ന ഒരു പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ കൂടുതൽ ഉന്നതിയിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനം നൽകിക്കൊണ്ടിരുന്നത്. ഡോംസിന് ഈ ഒരു ഞങ്ങളെ ഈ കമ്പനിക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെ അതിയായ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് വലിയ നന്ദിയോടെ ഞങ്ങൾ ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. അതിഥികളായെത്തിയ കോൺസൽ മുഹമ്മദ് ഹാഷിമിന് മീഡിയ വൺ സൗദി രക്ഷാധികാരി നജിമുദ്ദീൻ അമ്പലങ്ങാടനും ഡോക്ടർ ഖദീർ തലാൽ മലൈബാരിക്ക് മീഡിയ വൺ പ്രൊവിൻസ് രക്ഷാധികാരി ഫസൽ മുഹമ്മദും ഉപഹാരങ്ങൾ കൈമാറി. മീഡിയ വണ്ണിന്റെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ റിഫ്ലക്ഷനാണ് സത്യത്തിൽ മബ്രൂക്ക് പോലുള്ള പരിപാടികൾ. മാർക്കറ്റിൽ നല്ലൊരു ഒപ്പീനിയനാണ്. അതിൻ്റെ പ്രൊഫഷണലിസം കൊണ്ടും കുട്ടികളെ ആ അർത്ഥത്തിൽ കാറ്റഗറൈസ് ചെയ്ത് അക്കാഡമിക് എക്സലൻസ് പരിഗണിച്ചുകൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത്
വലിയൊരു ഇംപ്രഷനും ഇമ്പാക്റ്റും ഉണ്ടാക്കുന്നുണ്ട് മാർക്കറ്റിൽ. ജിദ്ദയിലെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവർത്തിക്കുന്ന നിരവധി നേതാക്കളും പരിപാടിയിൽ സംബന്ധിച്ചു. മീഡിയ വൺ പ്രൊവിൻസ് രക്ഷാധികാരി ഫസിൽ മുഹമ്മദിന്റെ സ്വാഗത ഭാഷണത്തോടെയാണ് പരിപാടി ആരംഭിച്ചത്. ചടങ്ങിൽ സംബന്ധിച്ച എല്ലാവർക്കും മീഡിയ വൺ വെസ്റ്റേൺ പ്രൊവിൻസ് കോർഡിനേറ്റർ ബഷീർ ചുള്ളിയൻ നന്ദിയും കടപ്പാടും അറിയിച്ചു. മീഡിയ വൺ ജിദ്ദ.